അഴിയുംതോറും മുറുകുകയും മുറുകുംതോറും കുരുങ്ങുകയും ചെയ്യുന്ന ഒരു സിനിമ ട്വിസ്റ്റ്. ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ നിർണായക ചിത്രങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 2016 നവംബർ 13 ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. ജോർജേട്ടൻസ് പൂരം ചിത്രീകരിച്ച കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്ബിലാണ് പൾസർ സുനി എത്തിയത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കണ്ടെത്താനാണ് കാവ്യയുടെ കടയിൽ പോലീസ് റെയ്ഡ് നടത്തിയതെന്നും വ്യക്തമായി. അതേസമയം നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി KB ഗണേഷ് കുമാറിന്റെ കത്തും പുറത്തെത്തി. ഇതോടെ അമ്മ തിരശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അമ്മ നടീനടന്മാർക്ക് നാണക്കേടെന്നും സംഘടന പിരിച്ചുവിടണമെന്നുമായിരുന്നു കത്തിൽ ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ കത്ത് ജനറൽ ബോഡി യോഗത്തിന് മുമ്പ് അയച്ചതാണെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തതാണെന്നും അമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയുടെ നല്ല നടത്തിപ്പിനാണ് താൻ കത്തയച്ചതെന്ന് ഗണേഷ് കുമാറും പരസ്യമായി പ്രതികരിച്ചു. ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ശ്രീ സുഭാഷ് ബാബു, റിട്ടയർഡ് SP, സിനിമാ മേഖലയിൽ നിന്നും അജ്മൽ ശ്രീകണ്ഠാപുരം, ഒപ്പം അഡ്വക്കേറ്റ് അജയ്കുമാർ, BRM ഷഫീർ, കോൺഗ്രസ് നേതാവ്, ഒപ്പം ഭാസുരേന്ദ്ര ബാബു, ഒപ്പം സിനിമാ മേഖലയിൽ നിന്ന് ശാന്തിവിള ദിനേശനും ടെലിഫോൺ ലൈനിലും ചേരും. തീർച്ചയായും ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുമ്പോൾ പുറത്തെത്തുന്ന പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത് എന്ത്? പ്രചരിക്കുന്ന ആരോപണങ്ങൾ സ്ഥിരീകരിക്കാൻ ഉതകുന്നതാണോ പുതിയ വാർത്തകൾ? ഇപ്പോഴും ഊഹാപോഹങ്ങൾക്ക് പിന്നിൽ പോകാൻ ആകില്ല. കാരണം പിൻകുത്തുന്ന ഒരുപാട് യുക്തിയുണ്ട്. പുറത്തെത്തുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ ആരോപണ വിധേയരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കും. അതുകൊണ്ടാകുന്നില്ല എന്നത് പല ഊഹാപോഹങ്ങൾക്കും ഉള്ള അടിസ്ഥാനമില്ലായ്മ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നും ആ പെൺകുട്ടിക്ക് നീതി റദ്ദാക്കാൻ പോകുന്നതാകരുത്, ഒപ്പം നിരപരാധികളെ ക്രൂശിക്കുന്നതും ആകരുത്. അതേസമയം സമ്പന്നരായ സ്വാധീന സംഭവത്തെക്കുറിച്ചും പുറത്തെത്തുന്ന കാര്യങ്ങളിൽ അധികൃതർ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് നീതി നടപ്പാകുന്നുണ്ട് എന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ളതാണ്. $100 മില്യൺ വാർത്താ ബിസിനസ്സുകളെ തൃപ്തിപ്പെടുത്താനുമാകരുത് അത്തരം കാര്യങ്ങൾ. നിരപരാധികളെ ക്രൂശിക്കാനുമാകരുത് അത്തരം കാര്യങ്ങൾ. സാധാരണക്കാരന് മാത്രമുള്ളതല്ല നീതി നടപ്പാക്കൽ എന്ന് നാട്ടുകാർക്ക് തോന്നാനും പാടില്ല. സർവോപരി യഥാർത്ഥ പ്രതികളെയും ഗൂഢാലോചനയെയും പുറത്തു കൊണ്ടുവന്ന് ആ പാവം പെൺകുട്ടിക്ക് നീതിയും ഉറപ്പാക്കണം. കലിയുഗത്തിൽ ധർമ്മം ഒറ്റക്കാലിൽ നിൽക്കുമെന്നാണ് മാർക്കണ്ഡേയ മുനി പറയുന്നത്. ഒറ്റക്കാലിൽ മാത്രം നിർത്തിയാൽ പോരാ, 4 കാലിലെങ്കിൽ 4 കാലിലും നിർത്തി നീതി ഉറപ്പാക്കണം. അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. ആദ്യം റിട്ടയർഡ് SP കൂടിയായ ശ്രീ സുഭാഷ് ബാബുവിലേക്ക് തന്നെ പോകാം. ശ്രീ സുഭാഷ് ബാബു, നിലവിൽ ഒരുപാട് കഥകൾ ഇറങ്ങുന്നു. അന്വേഷണത്തെ സംബന്ധിച്ച് സാധാരണക്കാർക്ക് പുറത്തുനിന്നുള്ള നോട്ടം മാത്രമേ ഉള്ളൂ. അതേ സംബന്ധിച്ച് വ്യക്തത വരണം. അത് ഈ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെയോ പ്രതിപക്ഷത്തിൻ്റെയോ ഒന്നും ആവശ്യമല്ല, നാടിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യ എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ ഇന്ന് റെയ്ഡ് നടക്കുന്നു. ദിലീപ് എന്ന നടനുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയുടെ ചിത്രങ്ങൾ പുറത്തെത്തുന്നു. ഫെനി ബാലകൃഷ്ണൻ്റെ മൊഴി, ഒപ്പം ഗണേഷ് കുമാറിൻ്റെ കത്ത്. അതിലേക്കൊന്നും പോകണ്ട ഇപ്പോൾ. എങ്കിൽ പോലും ഇത്യാദി കാര്യങ്ങൾ പുറത്തെത്തുന്നത് പ്രകാരം നോക്കുമ്പോൾ അന്വേഷണത്തിൻ്റെ ദിശ എന്ത്? അല്ലെങ്കിൽ പുറത്തെത്തുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുറ്റാരോപിതരെന്ന് പറയുന്നവർക്ക് നേരെ നമുക്ക് കുന്തമുനയെറിയാനാകുമോ? ഈ ചോദ്യങ്ങളാണ് ആദ്യമായുള്ളത്. അതിന് താങ്കൾ തന്നെ പറയണം മറുപടി. അല്ല, കേസിലെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ പുതിയ ആരോപണങ്ങൾ വരും. ഇപ്പം എന്ത് ആരോപണങ്ങൾ വന്നാലും എന്ത് സംശയങ്ങൾ വന്നാലും അതെല്ലാം പോലീസ് ലിസ്റ്റ് ചെയ്ത് ഈ ബന്ധപ്പെട്ട സാക്ഷികളോട് ചോദിച്ച്, ആരോപണ വിധേയരായ വ്യക്തികളോട് ചോദിച്ച് അത് വീണ്ടും അന്വേഷണത്തിന് വിധേയമാക്കി അതിനകത്ത് സത്യസന്ധമായ കാര്യങ്ങൾ എന്ത്, അസത്യമെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തെളിവിന് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തിരിച്ചറിയുകയും അത് സ്വീകരിക്കുകയും അത് കോടതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അപ്പോൾ അങ്ങനെ പറയുന്ന അവസരത്തിലുണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോരുത്തരും ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾക്കനുസരിച്ച് തെളിവ് പോലീസ് ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അസംതൃപ്തരാണ്. അപ്പോൾ അവരതിനെപ്പറ്റി പരാതി പറയും. അതൊന്നും പോലീസ് നോക്കിയിട്ട് കാര്യമില്ല. പോലീസ് വസ്തുനിഷ്ഠമായി അന്വേഷിക്കുക, സത്യസന്ധമായി അന്വേഷിക്കുക, താമസം പിന്നെ അന്വേഷിക്കുക. അപ്പോൾ താമസം ഉണ്ടാക്കി കഴിഞ്ഞാൽ സംശയം വരും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങൾ അതേ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സംശയങ്ങളുണ്ടാകും. കാരണം ചില ആളുകൾ ചേരിതിരിവ് നടന്നിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള തെറ്റിദ്ധാരണ. അങ്ങനെ പല കാര്യങ്ങളും ഈ കേസിനെ വല്ലാണ്ട് മതിച്ചിട്ടുണ്ട്.
ആ സാഹചര്യത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷണം നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. അതോടൊപ്പം തന്നെ അത് തെളിവ് സംബന്ധമായ കാര്യങ്ങൾ കഴിയുന്നത് പുറത്തേക്ക് പറയുകയും പോലീസിന് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അത് ഗൂഢാലോചന ഉണ്ടോ ഇല്ലയോ, അതല്ല അന്വേഷിച്ചിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഏകദേശം ധാരണയുണ്ട് പക്ഷേ അത് പുറത്ത് പറയാൻ പറയില്ല. ഇങ്ങനെയൊക്കെ പോലീസ് വ്യക്തത വരുത്താത്തത് കൊണ്ടാണ് ഈ ഊഹാപോഹങ്ങളും സംശയങ്ങളും ഒക്കെ വരുന്നത്. അത് മാറ്റാനുള്ള ഒരേ ഒരു ഏജൻസി പോലീസ് മാത്രമാണ്. അതിന് ഭരണ സംവിധാനങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ ഒന്നും കാര്യം വിമർശിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ മീരസ്യം പറയാമെന്നല്ലാതെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ സത്യസന്ധമായി അന്വേഷിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഓരോ ഘട്ടത്തിലും താങ്കൾ അന്വേഷണത്തിൽ പരിജ്ഞാനമുള്ള ഉണ്ടാവും. ശ്രീ സുഭാഷ് ബാബു, അതായത് താങ്കൾ അന്വേഷണത്തിൽ പരിജ്ഞാനമുള്ള ഒരാളെന്നുള്ള നിലയിൽ സംശയങ്ങളാണ് ഈ ചോദിക്കുന്നത്. ആദ്യം തന്നെ ചർച്ച തുടങ്ങുമ്പോൾ, അതായത് സിനിമയാണ് മേഖല, സൂപ്പർ സ്റ്റാറുകളാണ് ആരോപണ വിധേയർ. സ്വാഭാവികമായും മാധ്യമങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളാകട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആകട്ടെ, അവിടെയൊക്കെ ഒരു സ്റ്റാർ വൽക്കരണവും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും മിന്നുന്ന തിളങ്ങുന്ന ചില പ്രശ്നങ്ങളായതുകൊണ്ട്. പക്ഷേ അവിടെ നീതി റദ്ദാകരുത് ആ പെൺകുട്ടിക്ക് എന്ന മാത്രം കാര്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാനാകൂ. അങ്ങനെയാണ് എങ്കിൽ മുമ്പോട്ട് പോകേണ്ടത് യഥാർത്ഥ പ്രതികളിൽ എത്തുക എന്നതാണ്. ഊഹാപോഹങ്ങൾക്ക് പിന്നിൽ പോകരുത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പോലീസിന് വന്ന് വാർത്താ സമ്മേളനം നടത്തി വിവരിക്കാനാകുമോ? എങ്ങനെയാണ് ഈ ക്ലാരിറ്റി വരുത്തുക? ഒരു സംശയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഈ ലക്ഷ്യ എന്ന ഓൺലൈൻ സ്ഥാപനത്തിൽ, നടിയുടെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നു. പിടിക്കപ്പെട്ട പ്രധാന പ്രതിയുടേതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ദിലീപുമായി ബന്ധപ്പെട്ട് പുറത്തെത്തുന്നു. ഇതൊക്കെ സ്വാധീന സമ്പന്നരാണ്, ഇവർ സ്വാധീനിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകാതെ അടിയന്തരമായി ഇവരെയൊക്കെ പിടികൂടണം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നതാണോ സാധാരണ രീതിയിലുള്ള സംഭവങ്ങൾ? അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ പൂർണ്ണമായും ശരിയല്ലെന്നാണോ? എങ്ങനെയാണ് സാധാരണക്കാരന് വേണ്ടി ശ്രീ സുഭാഷ് ബാബു? സംശയിക്കുന്ന ആളുകളുണ്ട്. ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സംശയിക്കുന്ന ആളായാലും ശരി, ഊഹാപോഹത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ആളുകളെ പറ്റി പറഞ്ഞാലും അവരെ ഒക്കെ ചോദ്യം ചെയ്യുകയും അതിനനുബന്ധമായി മറ്റ് തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതല്ലാണ്ട് പോലീസിന് ചാടിക്കയറി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് നീതീകരണമുള്ള ഒരു റിപ്പോർട്ട്, അതായത് റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. അതിനോടൊപ്പം തന്നെ കേസ് ഫയലും കോടതി ആവശ്യപ്പെടും. അത് കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ തെളിവ് ശേഖരണം നടന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നേരത്തെ ഈ സുനിലിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിനെ പോലീസ് ചോദ്യം ചെയ്തു, അത് കഴിഞ്ഞ് കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്തു. അത് കുറേ ശ്രമം പോലീസ് നടത്തിയതിന് ശേഷം അത് പരാജയപ്പെട്ടു. അതായത് ഈ മൊബൈൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അത് നിർണായകമായൊരു തെളിവാണ് എന്നതിന് ശേഷവും പിന്നെ അതിനുവേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ നടക്കുന്നതിൻ്റെ ഭാഗമായി പല ആളുകളും തെളിവ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുനിലും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായിട്ടുള്ള ആളുകൾ പലരും മജിസ്ട്രേറ്റിന് മുമ്പായി മൊഴി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെരിഫൈ ചെയ്ത് ശരിയാണോ, ഇന്ന ആളുടെ അടുത്ത് ഈ മൊബൈല് ദൃശ്യങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പോലീസ് റെയ്ഡ് ചെയ്യും, പോലീസ് പരിശോധിക്കും. എവിടൊക്കെ സംശയം വരുന്നോ അതൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം, തെളിവ് നൽകാൻ സാധ്യതയുള്ള ആളുകളെ ചോദ്യം ചെയ്യും, സ്ഥലം പരിശോധിക്കുകയും ചെയ്യുന്ന അവരുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതൊരു അന്വേഷണത്തിൻ്റെ വീഴ്ചയാണ്. അപ്പോൾ കുറ്റമറ്റ അന്വേഷണമല്ല, കുറ്റകരമായ അന്വേഷണമായിട്ട് വരും. അതുകൊണ്ട് പോലീസാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കിട്ടുക, അല്ലെങ്കിൽ വേറെ എവിടെ മാറ്റപ്പെട്ടിട്ടുണ്ടോ ഇല്ല അത് കണ്ടുപിടിക്കുക, മറ്റ് അതുമായിട്ട് അനുബന്ധമായ എല്ലാ ഫോണുകളും പരിശോധിച്ച് ഇതുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തത വരുത്തണം. അതുകൊണ്ട് ഈ പ്രതി പറയുന്ന ഏത് കാര്യമാണെങ്കിലും ശരി, സാക്ഷികളെ ആയാലും ഇവരെ ആയാലും ശരി, ശാസ്ത്രീയമായ മറ്റ് ചോദ്യം ചെയ്യലിലൂടെ ഇതിൻ്റെ നിജസ്ഥിതി, അതായത് കള്ളം പറയുന്നോ ഇല്ലയോ എന്ന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ വിവരം കണ്ടുപിടിച്ചതിന് ശേഷം തുടർച്ചയായി ചോദ്യം ചെയ്ത് ഏത് ടെസ്റ്റായാലും, പോളിഗ്രാഫ് ആയാലും ശരി, ബ്രെയിൻ മാപ്പിംഗ് അല്ല, അതൊക്കെ ചെയ്ത് ഇതൊരു വിശ്വാസയോഗ്യമായ സത്യസന്ധമായ അന്വേഷണം ശ്രീ അജ്മൽ ശ്രീകണ്ഠാപുരം, അതായത് നിങ്ങളുടെയൊക്കെ സിനിമാ മേഖലയിൽ ഒരുപാട് പേരെത്തും, പ്രതികളെത്തും, കുറ്റവാളികളെത്തും, നല്ലവരെത്തും, ചീത്തക്കാരെത്തും, അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളെത്തും. ദിലീപ് എടുക്കുന്ന സെൽഫിയിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ദിലീപിനെ മുൻനിർത്തി സെൽഫി പോലെ എടുത്ത ഒരു ചിത്രമാകട്ടെ, പിന്നിൽ പൾസർ സുനിയുടെ ചിത്രം കാണുന്നു. അതാകട്ടെ ജോർജേട്ടൻ സ്ഫുരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ജോർജേട്ടൻ സ്ഫുരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഈ പൾസർ സുനി ചില കാര്യങ്ങൾ അയാളുടെ കത്തിൽ എഴുതുന്നുമുണ്ട്.
ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉയരും. സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കാർക്കോ ഒക്കെ അത്രയും മതിയാകും. ഒരു സിനിമയുടെ യാഥാർത്ഥ്യബോധം തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ആൾ എന്നുള്ള നിലയിൽ ഈ സംഭവ വികാസങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് അജ്മൽ? ഈ പൾസർ സുനി പറഞ്ഞ വ്യക്തി ഒരു കാലം കത്തിലൂടെ ബോധ്യപ്പെടുത്തത് ജോസേട്ടൻ്റെ പൂരം എന്ന സിനിമ, ഒരു പടം തുടങ്ങി ജോസേട്ടൻ്റെ പൂരം എന്ന സിനിമയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാന്നുള്ളതാണ്. അന്ന് ആരോപിതനായ ഈ നടൻ പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിക്ക് കണ്ടിട്ടില്ല, അദ്ദേഹത്തിന് എനിക്കറിയില്ല, ഒരു പരിചയമില്ല എന്നുള്ളതാണ്. പക്ഷെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഒരു കാര്യം ബോധ്യമായി, പൾസർ സുനി ഇദ്ദേഹത്തിന് പരിചയമുണ്ടെന്നും പൾസർ സുനിയായിട്ട് ഇദ്ദേഹം നല്ലൊരു ബന്ധമാണെന്നും ആ സംശയത്തിലേക്ക് എന്തായാലും വന്നിരിക്കുന്നുണ്ടല്ലോ. നാളെ ഈ പറയുന്ന നടൻ, ആരോടെതിരെ നടൻ പറയും ഈ പീഡിക്കപ്പെട്ട നടിയെ പോലും എനിക്കറിയില്ല എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പറഞ്ഞാലും സത്യസന്ധത നല്ല രീതിയിൽ തുറക്കപ്പെടുന്നുണ്ട് എന്നൊരു വിശ്വാസം ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല അജ്മൽ, നാളത്തെ കാര്യം ഇരിക്കട്ടെ. അതായത് ഇന്ന് തന്നെയുള്ള തെളിവുകളുടെ അഭാവത്തിൽ നാം ചിലതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ ആ വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകാനാകില്ല. അപക്വമായ ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ അപക്വമായ ഒരു പൊതുരീതിക്കോ പിന്നിൽ നമുക്ക് പോകാനാകില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പിന്നിൽ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അതായത് ഈ പൾസർ സുനിയുടെ ചിത്രം, അതായത് ദിലീപ് ഇപ്പോൾ സെൽഫി എടുക്കുന്നതിൻ്റെ പിന്നിൽ പൾസർ സുനി ഉണ്ട് എന്നത്, അതാണ് അജ്മലിനോട് അറിയേണ്ടത്. സിനിമാക്കാരായ ഒരുപാട് പേർ ലൊക്കേഷനിൽ ഇത്തരത്തിൽ വന്നു പോകുകയും ഒക്കെ ചെയ്യും, അവരൊക്കെ ആയിട്ട് സഹകരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ അവരിൽ ആരൊക്കെയാണ് ക്രിമിനൽ, ആരൊക്കെയാണ് എന്ന കാര്യം കൃത്യമായി അറിയാനാകുമോ? ഈ ദിലീപിൻ്റെ പിന്നിൽ പൾസർ സുനിയുടെ ഫോട്ടോ എത്തിയെന്നത് ദിലീപ് കൃത്യമായി പൾസർ സുനിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്ന ആളാണെന്ന് ബോധ്യമാക്കാനുള്ള യുക്തി ഉണ്ടോ ഇവിടെ? അതാണ് ഞങ്ങൾക്കറിയേണ്ടത് അജ്മൽ. ഈ സിനിമാ മേഖലയിൽ ആരെങ്കിലും വർക്ക് ചെയ്യാൻ വന്നാൽ വർഷങ്ങളായി, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു 10-40 പടത്തിനിടയിൽ ഒരു മെമ്പർഷിപ്പ് ഉള്ള കക്ഷിക്കല്ലാതെ സിനിമയിൽ കയറി എല്ലാ രീതിയിലും ഇടപെടാൻ പറ്റില്ല. ഒരു ഫെഫ്കയുടെ മെമ്പറാണ് ഈ പറയുന്ന പൾസർ സുനി. ഒരു മെമ്പർഷിപ്പ് ഇല്ലാതെ ഒരാൾക്ക് ഒരു സിനിമയിലേക്കും കയറിയിട്ട് ഒരു ഭാഗത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ അന്നേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും കൂടി ചോദ്യം ചെയ്യണം. മനോജ് കാരന്തുന്ന പ്രൊഡക്ഷൻ കൺട്രോൾ കൂടി ചോദ്യം ചെയ്താൽ കുറച്ചും കൂടി വ്യക്തത പോലീസിന് കിട്ടുമെന്ന് ഞാൻ തോന്നുന്നു. കാരണം ഹണീബി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് ഡബ്ബിങ്ങിന് വരുന്ന സമയത്താണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. അന്ന് മനോജ് കാരന്ത് ചില മാധ്യമങ്ങളിൽ പറഞ്ഞു എനിക്കിത് അറിയില്ല എന്ന്. പക്ഷേ അത് വ്യക്തമായിട്ട് അറിയുന്നു, അദ്ദേഹത്തിനെല്ലാം അറിയാം. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത കുറച്ച് വിവരങ്ങളും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും അന്വേഷണ സംഘം അതുകൂടി ഏറ്റെടുക്കട്ടെ. മനോജ് കാരന്തൂർ എന്ന ആളിനെ കൂടി ചോദ്യം ചെയ്താൽ ചില കാര്യം ബോധ്യമാകുമെന്ന് സിനിമയും പ്രൊഡക്ഷനും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അജ്മൽ പറയുന്നു. തീർച്ചയായും അത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുക്കട്ടെ. ശ്രീ അജകുമാർ, അതായത് നിലവിൽ ഇപ്പോൾ ഒരുപാട് തെളിവുകൾ പുറത്തെത്തുകയാണ്. ഇതൊക്കെ തെളിവുകളാണോ? ഇതൊക്കെ സ്റ്റാൻഡ് ചെയ്യുന്നതാണോ നിയമപരമായി? അതായത് ശ്രീ സുഭാഷ് ബാബു പറഞ്ഞ ചില നിർണായകമായ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അന്വേഷണ സംഘം പല കാര്യങ്ങളും പുറത്തുവിടില്ല, ദിശ തെറ്റിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും പുറത്തുവിടും. അതൊക്കെ അവരുടെ അന്വേഷണം ശരിയായ കാര്യങ്ങളിൽ എത്താനാകാം, അതൊക്കെ അവരുടെ തന്ത്രങ്ങളാകാം. അതൊക്കെ പോകട്ടെ. ഇപ്പോൾ പുറത്തെത്തുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറ്റാരോപിതരെന്ന് പറയുന്നവരെ കൈവിലങ്ങ് വെക്കാൻ, അല്ലെങ്കിൽ പൂർണ്ണമായും അവർ കുറ്റക്കാരാണെന്ന് തെളിയുന്നത് വരെ അവരെ ചില കാര്യങ്ങളിൽ നിയമത്തിന് പരിരക്ഷ കൊടുക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെയാണല്ലോ കുറ്റാരോപിതരെ ജയിലിൽ കൊണ്ടുപോകുന്നത്, അങ്ങനെയാണല്ലോ നിയമത്തിൻ്റെ വിവക്ഷ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ആ തരത്തിൽ അഴിക്കുള്ളിലാകാനുള്ള സാധ്യത എത്രത്തോളം? ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം. ഒരു കേസിന് ഈ സർക്കാർ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിട്ടുണ്ട്. അതിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ IG ദിനേന്ദ്ര കാശ്യപിനെ വച്ചിട്ടുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്കിൽസ് നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ആണ് ഈ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ അധികാരമുള്ള വ്യക്തി. അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നില്ല. അത് നിയമപരമായ ഒരു കുരുക്കിലേക്ക് പോകും.
ഈ മുരുകേശൻ അതായത് ഈ ദിലീപിനെ ചോദ്യം ചെയ്യുന്ന പോലീസ് ക്ലബിലെ കാര്യമാണോ ക്ലബിൽ ഉണ്ടായിരുന്നില്ല. 13 ഡിഡക്ഷൻസ് ആൻഡ് അഡീഷൻസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷനിലെ ഒരു പ്രോസസ്സിൽ അദ്ദേഹത്തിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. മുരുകേശൻ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന കേസിൽ 2011 കേരള ഹൈക്കോടതി പറഞ്ഞു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കാണ് പരമാധികാരം. ഈ ഡിഡക്ഷൻ അഡീഷൻസ് ഒരു സാക്ഷിയെ വിശ്വസിക്കണമോ ഒരു പ്രതി അറസ്റ്റ് ചെയ്യണമോ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹമാണ് CD, അതായത് കേസ് ഡയറി എഴുതാൻ അധികാരപ്പെട്ട മനുഷ്യൻ. മുകളിൽ ഒരാൾ സുപ്പീരിയർ ഓഫീസർ ഉണ്ടെങ്കിൽ സുപ്പീരിയർ ഓഫീസർ ആ അന്വേഷണം ഏറ്റെടുത്താൽ മാത്രമേ അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പവർ എക്സസൈസ് ചെയ്യാൻ പറ്റൂ. ഈ നിയമപരമായ ഒരു പാളിച്ച ഈ പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിൽ ഉണ്ടായില്ലേ? അതിന് അവസരം ഉണ്ടാക്കാമായിരുന്നു. 2, ഇനി ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തെളിവുകൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമല്ലേ? ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുക പോലീസിനെ വാസ്തവത്തിൽ എനിക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോലീസിനെ ഒരു കാരണവശാലും അവിശ്വസിക്കുന്നില്ല. കാരണം പോലീസ് ഈ നടൻ തന്നെയാണ് തന്നെ ഇങ്ങനെ എക്സ്റ്റോർട്ട് ചെയ്യാനായിട്ട്, അതായത് കാശ് തട്ടാനായിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. ആ പരാതി ഞാൻ മനസ്സിലാക്കുന്നത് കൊടുത്തത് ഏപ്രിൽ 16-നാണ്. ആ പരാതിയിൽ എന്ത് നടപടി എടുത്തു എന്ന് ഈ നടൻ അന്വേഷിച്ചതായി യാതൊരു തെളിവുകളും നമ്മൾ കാണുന്നില്ല. ഇനി പോലീസ് എന്തുകൊണ്ട് ഇത് വൈകിച്ചു? പോലീസ് വൈകിച്ചതിന് 2 കാര്യങ്ങളുണ്ട്. പോലീസ് ഒരു തരത്തിൽ ഇത് ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ ഉള്ള പ്രഷറിന്റെ പുറത്ത് വച്ചത് എന്ന് പൊതുസമൂഹത്തിന് സംശയിക്കാം. പക്ഷേ ഞാൻ എന്നെ പോലെയുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പോലീസിനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം ഇത് ക്രോസ് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറ്റപത്രം ചെന്നു, കുറ്റപത്രം കോടതിയിൽ വന്നു, 1ാം ഘട്ട കുറ്റപത്രം വന്നു, അതിൽ ഗൂഢാലോചനയുണ്ട്. അതിൽ അഡീഷണൽ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അത് 173(8) അനുസരിച്ചാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവർക്ക് ക്രോസ് വെരിഫൈ ചെയ്യാൻ ഇത്രയും സമയം എടുത്തതിന് എന്നെ പോലെയുള്ള ഒരാൾ അവരെ പഴിക്കില്ല. ആ ഒരു നിയമപരമായി നിലനിൽക്കുന്ന നല്ല നീക്കമാണ്. അത് നിയമപരമായി നിൽക്കുന്ന നല്ല നീക്കമാണ്. കോടതി അതിൽ ഒരു കാരണവശാലും ഒരു പാളിച്ച കണ്ടെത്തില്ല. എന്തുകൊണ്ടാണ് 13 മണിക്കൂർ ചോദ്യം ചെയ്യാനുള്ള മെറ്റീരിയൽ പോലീസിന് കിട്ടിയത്? അവർ പല കാര്യങ്ങളും ക്രോസ് വെരിഫൈ ചെയ്ത് അവരുടെ CD-യുടെ ഭാഗമാക്കിയത് കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയനായ നടൻ പറയുന്നത് പോലെ എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഇതാണ് എടുക്കാനാണ് ചെന്നിരുന്നതെങ്കിൽ 45 മിനിറ്റ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യമില്ല. പക്ഷേ പോലീസ് അദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ ആയിരിക്കാം. അത് അവരുടെ ആവശ്യമല്ലേ? അവർ ഈ നടനെ ഇവിടെ കിട്ടാൻ വേണ്ടി അവർ എന്ത് ട്രിക്ക് വേണമെങ്കിലും പ്രയോഗിക്കുക. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഓഫീസേഴ്സിൻ്റെ സ്കില്ലാണ്. പക്ഷേ ഈ 13 മണിക്കൂർ ചോദ്യം ചെയ്തതിൽ വച്ച് 2 കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി. ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യം ചെയ്ത വ്യക്തികൾക്ക് ഈ സംഭവവുമായിട്ട് പൂർണ്ണമായും ബന്ധമില്ല എന്ന് പോലീസിന് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഒരു പ്രധാന കാര്യം. എന്ന് കരുതി അവർ കുറ്റക്കാരുമാകുന്നില്ല എന്ന് പറഞ്ഞ അവർ കുറ്റക്കാരല്ല. അവരുടെ പേരിലുള്ള സംശയം കൂടുതൽ മുറുകുന്നു എന്നുള്ളതാണ് ഒരു സത്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഈ മെമ്മറി കാർഡ് ഒരു കോടതിയിൽ എത്തിച്ചു, ഒരു കടയിൽ എത്തിച്ചു എന്നാണ് പറയുന്നത്. ആ കടയെ സംബന്ധിച്ചിടത്തോളം പോലീസ് അന്വേഷണം നടത്തി ക്രോസ് വെരിഫൈ ചെയ്യുകയാണ്. ആ സിം കാർഡ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ലിങ്കിങ് എവിഡൻസ് ആയി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഏതെങ്കിലും പ്രതി ആ കടയിൽ ഇതിനു ശേഷം ചെന്നു എന്ന് പറഞ്ഞാലും അത് തെളിവ് നിയമപ്രകാരം അംഗീകരിക്കത്തക്ക തെളിവാണ്, അക്സെപ്റ്റ് ചെയ്യുന്ന തെളിവാണ്, അതിൽ ലിങ്കിങ് എവിഡൻസ് ആണ്. ഇനി ഇയാളെ യാതൊരു പരിചയമില്ല എന്ന് പറയുന്ന ആളിന്റെ ഒരു സെറ്റിൽ വെച്ച് ഇയാളെ കാണുന്നു എന്ന് പറയുന്നത് പോലീസിന് തള്ളിക്കളയാൻ പറ്റാത്ത. സുഭാഷ് വാസു നിർണായകമായ ഒരു കാര്യം പറഞ്ഞു. ഇതിന്റെ ക്രൈം നടന്ന ഘട്ടത്തിൽ പൾസർ സുനി പറഞ്ഞതും പൾസർ സുനി ചെയ്തതുമായ ഒരു കാര്യമുണ്ട്. ശരി, സുഭാഷ് ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് പൾസർ സുനി പറഞ്ഞതും ചെയ്തതുമായ ഒരു കാര്യം, അതായത് മൊബൈൽ ചിത്രീകരിച്ചു. ആ മൊബൈൽ കണ്ടെത്താനായില്ല, അത് കായലിൽ ഒഴുക്കി എന്നൊക്കെയായിരുന്നു പൾസർ സുനിയുടെ ആദ്യ മൊഴി. ഇപ്പോൾ പറയുന്നു അത് ലക്ഷ്യയിൽ എത്തിച്ചു എന്നാണ് പൾസർ സുനി പറയുന്നത്. അതിൻ്റെ പിറക്കെയാണ് പോലീസ് പോകുന്നത്, അന്വേഷണം നടത്തുന്നത്. അത് അവരുടെ ക്രോസ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമം എന്ന് പറയുന്നു. പക്ഷേ അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? പ്രതി ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് പല വിധത്തിലുള്ള മൊഴികൾ പോലീസിന് കൊടുക്കുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ വിചാരണയിൽ ആ രേഖപ്പെടുത്തിയ മൊഴികൾക്ക് യാതൊരുവിധ ഉപയോഗവുമില്ല. പ്രതി കൊടുക്കുന്ന മൊഴിയിൽ നിന്ന് എന്തെങ്കിലും മെറ്റീരിയൽ ഫാക്ട്സ് സെക്ഷൻ 27 അനുസരിച്ച് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗമല്ലാതെ അയാളുടെ കൺഫെഷൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയോ ഒരു ഭാഗവും ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് വിചാരണ സമയത്ത് കോടതിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി
താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വളരെ നിർണായകമായ ഒരു മറുപടി പറയാം. ഈ മെമ്മറി കാർഡ് ഇനി കിട്ടുന്നില്ല എന്ന് തന്നെ വിചാരിക്കുക. ഈ കേസ് അതുകൊണ്ട് തള്ളിപ്പോകില്ല. കാരണം ഈ മെമ്മറി കാർഡ് കിട്ടിയാൽ കൊള്ളമായിരുന്നു. ഞാൻ സുഭാഷ് ബാബുവിൻ്റെ ആ ഭാഗത്തെ ന്യായീകരിക്കുന്നു. കിട്ടിയില്ല എന്ന് വിചാരിക്കുക, കിട്ടാനുള്ള ചാൻസും എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറവാണ്. ഈ ഇത്രയും സമയത്തിന് ശേഷം കിട്ടിയില്ല എന്ന് വിചാരിക്കുക. ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോഗ്രാഫിക്കായിട്ട് പെൺകുട്ടി പറഞ്ഞു. ആ പെൺകുട്ടി ആ കാര്യങ്ങൾ നേരെ ചെന്ന് ആ സംഭവം നടന്ന ഉടനെ ശ്രീ പി.ടി. തോമസ് ഉൾപ്പെടെ ഉള്ള പ്രഗത്ഭരായ വ്യക്തികളുടെ സമൂഹത്തിൽ നിൽക്കുന്ന മാന്യതയുള്ള വ്യക്തികളുടെ മുമ്പിൽ വിവരിച്ചു. പല പോലീസ് ഉദ്യോഗസ്ഥരും ഉടൻ വന്നു, അവരുടെ മുമ്പിൽ വെച്ചു. ഇത് റെസ്റ്റ് സ്റ്റേ അനുസരിച്ച് അഡ്മിസിബിൾ ആണ്. ഇനി ഇതില്ലെങ്കിലും തീർച്ചയായും അത് വ്യക്തമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, അതായത് വളരെ നിർണായകമായൊരു കാര്യം, ഒരിക്കലും ഇത്തരം കേസുകളിൽ നാം അതിവൈകാരികതയ്ക്ക് പിറകെ പോകാൻ പാടില്ല. അത്തരത്തിൽ അതിവൈകാരികതയിലേക്ക് പോയാൽ അത് റദ്ദാക്കുന്നത് പെൺകുട്ടിക്ക് ലഭിക്കാനുള്ള നീതിയായിരിക്കും. സൗമ്യ കേസിൽ നമ്മൾ കണ്ടതാണ്, ഒരു വനിതാ ഡോക്ടർ അന്ന് എഴുതിയതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കേസിൽ വലിയ തിരിച്ചടിയായി എത്തി. അത് എഴുതുന്ന ഘട്ടത്തിൽ ആ അതിവൈകാരികതയോട് വലിയ സപ്പോർട്ടായിരുന്നു ആ വനിതാ ഡോക്ടർക്കുണ്ടായിരുന്നത്. പക്ഷേ അത് പോയി. ആ വലിയ ജാഗ്രതയിൽ നിന്നുകൊണ്ടാകണം ഈ ചർച്ച ചെയ്തത്. അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലതിനെ നിഷേധിക്കുകയോ ഒന്നും ആകരുത്. പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മാത്രമാണ് അതിൻ്റെ പേരിൽ നിരപരാധിയെ ക്രൂശിക്കരുത് എന്നുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഫെനി ബാലകൃഷ്ണൻ എത്തുന്നു, പുതിയ ഒരു താരമായി, പഴയ സരിത കേസിലെ താരം. കോടതിയുടെ പല കാര്യങ്ങളും തീരുമാനങ്ങളായിട്ട് വരികയാണെന്ന അമ്മയുടെ നിലപാട്, അതുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ എന്ന MLA കൃത്യമായി ചില കാര്യങ്ങൾ പറയുന്നു. ദിലീപിനെ സംരക്ഷിക്കാത്തതെന്ത് നിങ്ങൾ അമ്മയുടെ പേര് പറയുന്നു. പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങാത്തതെന്തെന്ന് കുറ്റപ്പെടുത്തലുകൾ, അതിൻ്റെ കത്തുകളൊക്കെ വരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലൊരു രാഷ്ട്രീയ നിരീക്ഷണം അനിവാര്യം. അല്ല, രാഷ്ട്രീയ നിരീക്ഷണത്തിനൊക്കെ അപ്പുറത്ത് നമുക്കിവിടെ നടക്കുന്ന ഒരു ക്രിമിനൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനുണ്ട്. ഒരുപക്ഷെ എന്നെക്കാൾ നന്നായിട്ട് ശ്രീ സുഭാഷ് ബാബുവിനും അതുമാതിരി തന്നെ നമ്മുടെ അജയകുമാറിനും ഒക്കെ പറയാൻ കഴിയും. എങ്കിലും സാധാരണക്കാരൻ്റെ സംശയങ്ങൾ നിലയ്ക്ക് ചില കാര്യങ്ങൾ എനിക്ക് ഉന്നയിക്കാൻ കഴിയും. മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ നോക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്കറിയാമല്ലോ, കേരള പോലീസ് അടുത്ത കാലത്ത് അന്വേഷിച്ച കേസുകൾ. ഇപ്പോൾ സോളാർ കേസിൽ പോലീസ് അങ്ങേയറ്റം രാഷ്ട്രീയ അധികാരത്താൽ ഡിഫീറ്റ് ചെയ്യപ്പെട്ടൊരു ഫോഴ്സായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ലല്ലോ അവർ. പിന്നീട് വന്നത് നിഷാപതം. ആൾക്കൊരു വിശ്വാസവുമില്ല. അതേ സംബന്ധിച്ച് ആളുകളുടെ വിശ്വാസം പോട്ടെ. ടി.പി. സെൻകുമാർ എന്ന് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനും വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്താണ് നടന്നത്. പോലീസിൻ്റെ അവസ്ഥ നോക്കിക്കോണം ശ്രീ സുഭാഷ് ബാബു സാർ. ഇനി നമുക്കറിയാമല്ലോ, ഈ നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയുടെ വധം CBIക്ക് വിട്ടിരിക്കുക. അതേ സംബന്ധിച്ചും ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, മാന്യമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല പോലീസിന്. ഇപ്പോൾ അതിപ്പോൾ നടിയുടെ കാര്യം. പൊതുവിൽ വിശ്വാസ്യതയുള്ള ഒരു പോലീസ് സംഘമായി ഗവൺമെൻറ്റുകൾ മാറിയാലും കേരള പോലീസ് തെളിയിക്കപ്പെടാത്തൊരു സാഹചര്യത്തിലാണ്. ആസന്നമായി അഭിമാനിക്കാവുന്ന നേട്ടമില്ലാത്ത പോലീസ്. അതാണ് ഈ കേസിൻ്റെ കാര്യത്തിലെങ്കിലും നമുക്ക് കിട്ടുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച ആളുകളെ പിടിച്ചു. അവരൊരു കൊട്ടേഷൻ സംഘമാണെന്ന് അവർ പറയുന്നു. മറ്റാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണം. അതാണല്ലോ ഗൂഢാലോചന തെളിയിക്കാനുള്ള വെപ്രാളത്തിൽ ആദ്യത്തെ ചാർജ് ചെയ്ത കേസ് തന്നെ റദ്ദ് ചെയ്യപ്പെടുമോ എന്നുള്ള സന്ദേഹത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കേരള പോലീസിന്റെ കഴിവിന്റെ മികവ് കൊണ്ടേ ഞാൻ അങ്ങനെയൊക്കെ. ശരി, മെമ്മറി കാർഡ് കിട്ടിയെന്നല്ലേ ഇവർ ആദ്യം പറഞ്ഞിരുന്നത്? മെമ്മറി കാർഡിൽ നിന്നാണല്ലോ വിഷ്വൽസ് വരുന്നത്. ഇപ്പം മെമ്മറി കാർഡ് തപ്പിപ്പോകുന്നു. എവിടെ? ലക്ഷ്യയിലേക്ക് പറഞ്ഞു. അല്ല സാർ, അത് മൊബൈൽ കായലിൽ എറിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് ഇവിടെ സംസാരിച്ചതാണ്. അജിം ഷാ നമ്മൾ തന്നെയായിരുന്നല്ലോ. അങ്ങനെ ഒഴുക്കുമ്പോഴും മെമ്മറി കാർഡ് അമ്പലപ്പുഴയിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ. ഞാൻ ചോദിക്കട്ടെ സുഭാഷ് ബാബു സാർ, അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ എങ്ങനെയാണ് കുറ്റമറ്റ ഒരു ഒരു ചാർജ് ഷീറ്റ്, ആദ്യ ഭാഗത്തിന്റെ ചാർജ് ഷീറ്റ് നൽകിയിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു കിട്ടിയ മെമ്മറി കാർഡ്, ഫോണില്ല, മദർ ഫോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ മെമ്മറി കാർഡിന്റെ നിലനിൽപ്പ് എത്ര എന്ന നിലയ്ക്ക് കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചതാണല്ലോ അജിം ഷാ. ഇപ്പോഴാകട്ടെ മെമ്മറി കാർഡും ഇല്ല എന്ന് വേണം അനുമാനിക്കാൻ. കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് മാതിരി കൂടുതൽ അന്വേഷിച്ച് അമിതാന്വേഷണം ഒരുപക്ഷെ ഈ കേസിന്റെ ആസന്ന മരണത്തിലേക്ക് സഞ്ചരിക്കുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അതിന് കാരണം ഞാൻ പറയുന്നത്, ഗൂഢാലോചനക്കാരെ പിടിക്കണമല്ലോ. ഗൂഢാലോചനക്കാരനെ പിടിക്കാൻ വന്നപ്പം ആഭാസമായ ചില രംഗങ്ങൾ. ആളൂർ വരുന്നു,
ആളൂർ വരുമ്പോൾ അദ്ദേഹം നല്ലൊരു അഭിഭാഷകനൊന്നുമല്ല, അങ്ങേയറ്റം ഡ്യൂബിയസ് എന്ന് പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ഷഫീർ വക്കീലല്ലേ, ഞാൻ പറയുന്നത് വക്കീലന്മാരെ കുറിച്ചൊരു ധാരണ, നല്ല വക്കീൽ മോശം വക്കീൽ, നാണം കെട്ട വക്കീൽ ഒരു വക്കീലല്ല, അതുമാതിരി നാണം കെട്ട ഒരു വക്കീലാണ് അദ്ദേഹം എന്ന കാര്യം ഞാൻ പറഞ്ഞതല്ലോ, പി സി ജോർജല്ലേ പറഞ്ഞത്, ഫ്രോഡ് എന്നല്ലേ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. ആളൂര് വരുന്നു, ഫ്രോഡ് വക്കീൽ വരുന്നു, ഫെനി ബാലകൃഷ്ണൻ, എല്ലാവരും അങ്ങോട്ട് ഈ കേസിൽ വരുന്നു. ഇനി സരിത കൂടി ഇനി വരാനുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ ആ അർത്ഥത്തിൽ എല്ലാത്തരം ആൾക്കാരും ഈ കേസിൽ സംഘം ചേരുന്നു എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്നതിനൊക്കെ എത്രയോ അപ്പുറമാണ് സിനിമാ ലോകവുമായി ബന്ധിപ്പിച്ച് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന അധോലോകം എന്ന് ആലോചിക്കേണ്ടി വരും. ഇതിനെ ഒന്നും നേരിടാൻ പറ്റുന്ന ഒരു സന്നാഹവും നമ്മുടെ പോലീസിനിടെ കാണുന്നില്ല എന്ന് മാത്രമല്ല, ടി പി സെൻകുമാർ പോകുന്ന വഴിക്ക് ADGPക്ക് സന്ധ്യയ്ക്കും അതേമാതിരി എന്തിന് ദിനേന്ദ്ര കശ്യപനും കൊടുത്തു, അദ്ദേഹത്തിന്റെ വക ഒരു പീഡനം കൂടി. ഞാൻ പറയുന്നത് കേസ് ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലേക്കല്ല പോകുന്നത്, രണ്ടാം ഘട്ടത്തിൽ നിന്ന് ആദ്യഘട്ടത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ആദ്യ കേസ് തന്നെ നിലനിൽക്കുമോ ഈ അവസ്ഥയിൽ? അത് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഇന്നലെ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവ് കൂടിയായ BRM ഷഫീർ അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിനാണ് ഞാൻ താങ്കളെ ഈ ചർച്ചയിൽ വിളിച്ചത്. അതായത് ഇവിടെ വക്കീലന്മാരിരിപ്പുണ്ട്, താങ്കളൊരു വക്കീലാണ്, രാഷ്ട്രീയ സാംസ്കാരിക നിരീക്ഷകരുണ്ട്, ഒപ്പം റിട്ടയർഡ് SP-യുമുണ്ട്. ഒരു തൊണ്ടി മുതൽ നാം കൈകൊണ്ടെടുക്കാൻ പാടുണ്ടോ? ഒരു ജനപ്രതിനിധി അവിടേക്ക് എത്തുന്നു, ഇത്രയേറെ നിർണായകമായ കേസും ഇത്രയേറെ അഭ്യൂഹങ്ങൾ പോവുകയും ഇത്രയേറെ നിരപരാധികളാണോ അപരാധികളാണോ ക്രൂശിക്കപ്പെടുകയും ഇങ്ങനെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ആ പെൺകുട്ടിക്ക് ഇപ്പോഴും നീതി കിട്ടുന്നില്ല എന്ന വലിയ കാര്യം അവിടെ നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ കാര്യത്തിൻ്റെ ചില റീവൈൻഡ് കൂടി ആവശ്യമുണ്ട്. ആ റീവൈൻഡ് ശ്രീ ഭാസുരേന്ദ്ര ബാബുവാണ് തുടക്കമിട്ടതെങ്കിൽ. PT തോമസ് MLA അവിടേക്ക് എത്തുന്നു. സംഭവം നടന്ന ഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി അവിടേക്ക് എത്തണം. അതിന് പോലീസിൻ്റെ കാര്യത്തിൽ നിന്ന് പോലീസിൽ നിന്ന് നീതി ലഭിക്കാൻ വേണ്ട കാര്യങ്ങൾക്ക് ഇടപെടണം. അതിനാണ് ഒരു ജനപ്രതിനിധി. പക്ഷേ അതിലെ തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ആദ്യ സംരംഭം ചെയ്തത് PT തോമസ് ആണ്. മാർട്ടിൻ എന്ന ആ പ്രതിയുമായി, പൾസർ സുനിയുമായി ബന്ധമുള്ള ആളിൻ്റെ ഫോൺ വാങ്ങിയിട്ട് ആരെ വിളിക്കുന്നു? പൾസർ സുനിയെ വിളിക്കുന്നു. ആര്? PT തോമസ് MLA. അങ്ങനെ വിളിക്കുമ്പോഴാണ് ഈ സാധനം ഒന്നും കേസാകില്ല എന്ന് കരുതി വളരെ നിരുത്തരവാദിത്തോടുകൂടി പോയ, അല്ലെങ്കിൽ വളരെ ആശ്വസിച്ച് പോയ പൾസർ സുനിക്ക് ഇത് കേസാകുന്നു, അവിടെ പ്രശ്നമാകുന്നു എന്ന് പൾസർ സുനിക്ക് ആദ്യ സിഗ്നൽ ലഭിക്കുന്നു. അങ്ങനെ പൾസർ സുനിക്ക് അറിയാനും പൾസർ സുനിക്ക് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും തെളിവ് മറയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇടയായത് PT തോമസ് എന്ന MLA-യുടെ ആ കോളാണ്. അതൊരു അമിതോത്സുകതയല്ലേ ശ്രീ ഷഫീർ? അജിംസ് വളരെ ബുദ്ധിപൂർവ്വം ഇതിനകത്ത് ഈ കേസ് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ കാരണക്കാരനായ ശ്രീ PT തോമസിനെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. കാര്യം പറയാം. ഇവിടെ നിങ്ങൾക്കറിയോ, ഈ പിന്നെ മേനക സുരേഷ് എന്ന് പറയപ്പെടുന്ന ഒരു നടിയുമായി ബന്ധപ്പെട്ട് ഇതേ പൾസർ സുനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് തന്നെ നിരന്തരമായി പരാതി പറഞ്ഞിട്ടും അത് സിനിമാ ലോകത്ത് ചർച്ച ചെയ്യപ്പെടാതെ അത് മൂടി വയ്ക്കപ്പെട്ട കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ സത്യത്തിൽ ഈ സംഭവം നടക്കുന്നതും ഈ ട്രാപ്പുകൾ ഉണ്ടാകുന്നതും എങ്ങനെയാണെന്ന് അറിയുമോ? ഒരു കാരണവശാലും ഇതുപോലെ ഒരു നടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ പുറത്ത് പറയുകയേ ഇല്ല എന്ന പ്രതിയുടെ അറിവിന്റെയോ അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തിന്റെ ആ ധാരണ അടിസ്ഥാനത്തിലാണ് ഇത് പോയത്. പക്ഷേ അവിടെ ഇന്റർഫിയർ ചെയ്തുകൊണ്ട് അവിടെ വന്ന ബഹുമാനായ ശ്രീ PT തോമസും നിഷ്കളങ്കനായ ശ്രീ സംവിധായകൻ ലാലും കൂടി പോലീസിനെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. നടി അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ അജിംസെ നിങ്ങൾ എഴുതി വെച്ചോ, ഈ കേസ് പുറം ലോകം അറിയത്തില്ല. രണ്ട്, ഞാൻ ഇന്നലെ വളരെ സന്ദർഭികമായി നിങ്ങളുടെ കൈരളി ഓൺലൈനിന്റെ ഈ വാർത്തയിലേക്ക് ഒന്ന് കയറി നോക്കി. രണ്ട് ചോദ്യങ്ങളാണ് അതിൽ തുന്നിച്ചിരിക്കുന്നത്. ഒന്ന്, പൾസർ സുനിയെ മാർട്ടിന്റെ ഫോണിൽ നിന്നും എന്തിന് PT തോമസ് വിളിച്ചു? ഉത്തരം, PT തോമസിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മാർട്ടിൻ ഫോൺ എടുക്കത്തില്ല. പൾസർ സുനി എടുക്കത്തില്ല. PT തോമസിന്റെ ഫോൺ നമ്പറിൽ നിന്ന് എടുത്താൽ ഒരു കാരണവശാലും അക്യൂസ് ആയിട്ടുള്ള ഈ പറയപ്പെടുന്ന പൾസർ സുനി എടുക്കത്തില്ല. എന്നാൽ കോ അക്യൂസ് ആയിട്ടുള്ള
നമ്മുടെ മാർട്ടിന്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ കൃത്യമായിട്ട് തന്നെ എടുക്കുമെന്ന് അത് അന്വേഷണത്തിന്റെ കടമയാണ്. അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കടമയാണ്. ഞാൻ പറയട്ടെ ഞാൻ ഇടപെടുകയില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലിയർ ആവട്ടെ. PT തോമസ് ഒരു ബഹുജന ഒരു MLA ആണ്, പൊതുപ്രവർത്തകനാണ്. അതെ, സാറിനെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരാള് ദുരൂഹതയിൽ വരുത്താൻ അല്ല, PT തോമസ് നല്ല വ്യക്തി തന്നെയാണ്. തോമസ് പരിചയം പരസ്പരം ഉള്ള ആളാണ് PT തോമസ്. ഞാൻ പറയുന്നത് PT തോമസിന്റെ പല നിലപാടുകളോടും എനിക്ക് ബഹുമാനമുള്ള ആളുമാണ്. അതെ അതെ. അതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, അദ്ദേഹം പൊതുപ്രവർത്തകനായിരിക്കുമ്പം ഒരു കേസിന്റെ സാഹചര്യത്തിൽ എത്തിച്ചേർന്നാൽ അദ്ദേഹം വിളിക്കേണ്ടത് പോലീസിനെയാണ്. പോലീസിനെ വിളിച്ചല്ലോ. അങ്ങനെ സാധിക്കില്ല. 8:33 വരെ ഞാൻ ഈ ചർച്ചയിലിരിക്കുക, ഞാനിത് കേട്ടോണ്ടിരിക്കുകയാണ്, ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുക, നിങ്ങൾ തർക്കിച്ചോ. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതുകൊണ്ട് വിളിച്ചു. രണ്ട്, ഇത് പൾസർ സുനിയാണോ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് സംശയം നിൽക്കവേ അയാളൊരു പ്രതിയാണെന്നുള്ള അർത്ഥത്തിൽ PT തോമസ് ഇടപെട്ടിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം അതിനകത്ത് ഇങ്ങനെയാണ്, കൈരളി ഓൺലൈൻ, പൾസർ സുനി പിന്നെ എന്ത് നിർദ്ദേശമായിരിക്കും പൾസർ സുനിക്ക് PT തോമസ് നൽകിയിരിക്കുക? ഇൻ ദ പ്രസൻസ് ഓഫ് ഈ പറയപ്പെടുന്ന നടി, ആക്ട്രസ് ആൻഡ് ലാൽ സംവിധായകൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ PT തോമസിനെ പോലൊരാൾ പൾസർ സുനിയോട് ഈ പറയപ്പെടുന്ന ആളിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് നിർദ്ദേശം കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്ന തരത്തിൽ കൈരളിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഓൺലൈൻ മാധ്യമം 2 ചോദ്യങ്ങൾ ഉന്നയിച്ചത് തികച്ചും ദുരൂഹമാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരിക്കലും ബഹുമാനായ സഖാവ് പിണറായി വിജയനെ കുറ്റപ്പെടുത്തത്തില്ല. പക്ഷേ പോലീസുകാർ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞ ബഹുമാനായ പിണറായിയാണ് ഇത് പൊളിച്ചത് എന്ന് ഞാൻ പറയോ? എനിക്ക് പറയാൻ പറ്റില്ല. നാദിർ ഷായുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി 13 മണിക്കൂർ വിളിച്ചപ്പോ തിരുവനന്തപുരത്ത് നിന്നും DGP സെൻകുമാർ പറഞ്ഞൊരു വാചകം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. ചോദ്യം ചെയ്യുന്നതിന്റെ മുറകൾ പഠിപ്പിക്കാൻ വേണ്ടി നാദിർ ഷായെ ADGP റാങ്കിലുള്ള ഇപ്പോൾ സർവീസിലുള്ള ഒരാൾ പെരുന്നാൾ ഭോജനം നടത്താൻ എന്ന പേരിൽ എറണാകുളത്ത് വീട്ടിൽ വിളിച്ചു വരുത്തി ട്രയൽ കൊടുത്തു. ഞാൻ ട്രയൽ കൊടുത്തു. സെൻകുമാർ പറഞ്ഞ കള്ളം പറയുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു കത്തില്ല എന്ന് പറഞ്ഞു. ജയിൽ വകുപ്പിന്റെ സീലുള്ള കത്ത് വന്നു ആദ്യം. അന്ന് ജയിൽ വകുപ്പിന്റെ ഫോണില്ലാന്ന് പറഞ്ഞു നിഷേധിച്ചു. ഇപ്പോ നിങ്ങൾ ആടിനെ പട്ടിയാക്കണ്ട. PT തോമസിനെ കുറിച്ച് സംസാരിച്ചതിനകത്ത് ഫാക്ച്വൽ എറർ ഉണ്ട്. സുനിൽ ആളാണ്, സുനിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് നടി പറഞ്ഞിട്ടാണല്ലോ അറിയുന്നത്. സുനിയെ നേരത്തെ അറിയാമല്ലോ. അപ്പൊ പിന്നെ സുനിയാണോ അല്ലയോ എന്നുള്ള PT തോമസിന് തർക്കമില്ല. PT തോമസിന് തർക്കമില്ല. PT തോമസ് പോലീസിനെ വിളിക്കേണ്ടത്. ലാല് DGP വിളിച്ചില്ലേ? പോലീസിനെ ലാല് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിളിച്ചല്ലോ. PT തോമസ് വിളിച്ചല്ലോ. അങ്ങനെ വരുമ്പോ നിങ്ങൾ അതിനെ PT തോമസ് ഇടപെട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇത് പുറത്ത് വരത്തില്ല സാർ. അങ്ങനെയാണെങ്കിൽ PT തോമസ് ഈ പൾസർ സുനിയെ വിളിക്കേണ്ട ആവശ്യം സത്യത്തിലില്ല. വിളിക്കാതെ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് പൾസർ സുനി ബുക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് വിളിച്ചില്ല. ഹി സംവെയർ അറൗണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ PT തോമസ് വിളിച്ചാൽ അത് അദ്ദേഹം എന്ത് സംസാരിക്കുന്നൊക്കെ എല്ലാവരും കേട്ടു എന്നല്ല പറയുന്നത്. എന്ത് സംസാരിച്ചാലും MLAക്ക് കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുന്നു എന്നിടത്തേക്ക് എത്തിയാൽ ആ എത്തൽ തന്നെ ഒരു മെസ്സേജാണ്. അദ്ദേഹം അത് ചെയ്തു എന്നുള്ള ആക്ഷേപമല്ല ഞാൻ നിലപാട്. കേരളത്തിന്റെ പൊതുസമൂഹം ഈ ചർച്ച തന്നെയാണ്. തൊണ്ടി മുതൽ കൈകൊണ്ടെടുക്കാൻ അവകാശമില്ല. തീർച്ചയായും ഈ ചർച്ച തുടരും. തീർച്ചയായും റിട്ടയർഡ് SP സുഭാഷ് ബാബുവിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നുള്ളതാണ് താങ്കൾ നിന്നും അറിയേണ്ട അടുത്ത ഒരു ചോദ്യം. കശ്യപില്ലാതെ ഉള്ള ഒരു ചോദ്യം ചെയ്യൽ, മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥരില്ലാതെ പോലീസ് ക്ലബിൽ നടന്ന ഒരു ചോദ്യം ചെയ്യലിന് സാധുത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു സംശയം അഡ്വക്കേറ്റ് അജയകുമാർ മുമ്പോട്ട് വെച്ചു. ഒപ്പം PT തോമസിൻ്റെ തൊണ്ടി മുതൽ കൈകൊണ്ടെടുത്ത നടപടി, അതായത് ഫോൺ ചെയ്ത് പൾസർ സുനിയെ ആദ്യമായി ഫോൺ ചെയ്ത് പൾസർ സുനിക്ക് ഇവിടെ കേസിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്ന ധാരണ അദ്ദേഹം PT തോമസ് അറിഞ്ഞുകൊണ്ടാകില്ല, പക്ഷെ അറിഞ്ഞോ അറിയാതെയോ പൾസർ സുനിയെ PT തോമസ് വിളിക്കുക വഴി പൾസർ സുനിക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ കൊടുത്തു എന്നാണ് ഫലത്തിൽ വരിക. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ചുരുക്കി ഒന്ന് പറയാമോ സുഭാഷ് ബാബു?
ഈ അന്വേഷണ സംഘത്തിൻ്റെ സൂപ്പർവൈസറി, അതായത് പ്രധാന സൂപ്പർവൈസറി മേൽനോട്ട ഉദ്യോഗസ്ഥനാണ് ജിനേന്ദ്ര കശ്യപ്. അദ്ദേഹം ഇല്ലാതെ ചോദ്യം ചെയ്തത് എന്തായാലും സംശയം ജനിപ്പിക്കും. അദ്ദേഹത്തിനെ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പിന്നെ അത് ചോദ്യം ചെയ്താൽ പോലും അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ദിനേന്ദ്ര കശ്യപ് അല്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. ആര് ചോദ്യം ചെയ്താൽ പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ചോദ്യം ചെയ്തതായിട്ടാണ് ഒരു പ്രതിയുടെ ആയാലും സാക്ഷിയുടെ ആയാലും മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടായാൽ ചോദ്യം ചെയ്യലിന് നമുക്ക് അപാകതയില്ല. അത് മേൽഘടകങ്ങൾ മേലുദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമോ സംശയമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഈഗോ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അത് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അത് ഇവർ രണ്ടാളും ADGPയും IGയും അല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ, അവരതിൻ്റെ സൂപ്പർവൈസറി ഓഫീസേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൽ റിക്കവറി സംബന്ധിച്ചിട്ട് രണ്ട് കാര്യമാണ് ഈ ഇതിനകത്തിലുള്ളത്. അതായത് ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ എന്നുള്ള രീതിയിൽ പറയുന്നു. ആ കൺഫെഷനകത്ത് ഒന്ന് ഡിസ്കവറി ഓഫ് ഫാക്ട്സ്, ഈ കേസിലെ ഏതെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് തെളിവ് അദ്ദേഹത്തിലൂടെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റാളുകളെ ചോദ്യം ചെയ്ത് മറ്റു മാർഗേണ ആ തെളിവ് നമ്മൾ കോടതിയിൽ ഹാജരാക്കും. അത് സ്വീകാര്യമാണ്. പക്ഷെ നേരിട്ട് ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ റിക്കവറി ഓഫ് മെറ്റീരിയൽസ്, അതാണ് സെക്ഷൻ 27 പ്രകാരം എവിഡൻസ് ആക്ട് പ്രകാരം കണ്ടുപിടിക്കുന്ന, അതായത് പോലീസ് കണ്ടെടുക്കുന്ന സാധനങ്ങൾ. അപ്പോൾ അതാണ് ഇവർ തമ്മിലുള്ളത്. അതുകൊണ്ട് കശ്യപില്ലാത്തത് ശരിയായില്ല, അത് സംശയം ജനിപ്പിക്കും. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പടലപിണക്കം ഉണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ കേസ് അന്വേഷണം ഈ ലോകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലും വിശ്വസിക്കില്ല. അതുകൊണ്ട് വലിയൊരു പാകപ്പിഴ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് കേസിനെ ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ ഇനിയിപ്പം ഈ ഫോണ് അദ്ദേഹം എടുത്ത് വിളിച്ചു, അത് പി ടി തോമസ് MLA അദ്ദേഹം അന്നത്തെ ആ സമയത്തെ ആവേശത്തിന് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരുപക്ഷെ അതിലേക്ക് തന്നെ ഒരുപക്ഷെ PT തോമസിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ പ്രതികൂലമോ അനുകൂലമായോ ബാധിക്കുന്നില്ല. പക്ഷെ ആ ചെയ്തത് ഒരു മിസ്റ്റേക്ക് അല്ലേ, ഒരു ബ്ലണ്ടർ അല്ലേ? തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ആ സമയത്തെ ആവേശത്തിന് നമ്മളും ഒക്കെ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമായിരുന്നു. അതെന്തായാലും ശരി, അത് തീർച്ചയായിട്ടും ഇത് അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പോയി, ഇനി ഞാൻ രക്ഷപ്പെടില്ല എന്നുള്ളൊരു സന്ദേശം തീർച്ചയായിട്ടും ആ പ്രതിക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിലുള്ള പ്രധാന ഘടകം എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാർട്ടിൻ എന്നൊരാളെ അവിടെ കിട്ടിക്കഴിഞ്ഞു. മാർട്ടിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് നടി അപ്പം പറയുന്നില്ല. മാർട്ടിൻ കാർ ഓടിച്ച് വന്നതിന് ശേഷം മാർട്ടിനെ ഇറക്കിയതിന് ശേഷം പൾസർ കയറിപ്പോയി, പിന്നെ മാർട്ടിൻ കൊണ്ടുവന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഭാഗം സംശയത്തിന്റെ നിഴലിൽ വെച്ചുകൊണ്ട് നടിയിൽ നിന്നൊരു വ്യക്തത കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയതായിരിക്കും. അത് ആ കണക്കിൽ പക്ഷേ ആ അബദ്ധം കൊണ്ട് വില കൊടുക്കേണ്ടി വന്നത് പൾസർ സുനി അതിനേക്കാൾ നിസ്സാരമല്ലേ ശ്രീ ഭാസുരേന്ദ്രബാബു? അതിനേക്കാൾ നിസ്സാരമായി നല്ല വൃത്തിയായിട്ട് ക്ലിപ്പിടാമായിരുന്നു. അയാൾക്ക് ഒരു നീക്കവും, അയാളുടെ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട അയാളുടെ ഒരു നീക്കവും നടത്താതെ പോലീസിന് പിടികൂടായിരുന്നു അല്ലേ? PT തോമസ് അങ്ങനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു സുഭാഷ് ബാബു സാർ, ഈ മാർട്ടിനും പിന്നെ നടിയും കൂടിയാണല്ലോ വരുന്നത് ലാലിന്റെ വീട്ടിൽ. അങ്ങനെയാണിത് പിന്നെ ശരിക്കും പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം DGPയെ തന്നെ വിളിച്ച് ഈ കാര്യങ്ങളിലേക്ക് അത് ഒരു ചാർജബിൾ ഒഫൻസ് ആക്കി മാറ്റിയെടുക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ കൂടെ നിന്ന മാർട്ടിൻ ആദ്യം ഒരു അനുചരൻ എന്ന നിലയ്ക്ക് നിലവിട്ടിട്ട് ക്രമേണ ഒരു എന്താ പറയുക അതിനകത്ത് കുറ്റവാളിയായി തീരുമെന്ന് സംശയം തോന്നിയപ്പോൾ അദ്ദേഹം തെറ്റിപ്പോയി. അവിടുന്ന് പോയതിനു ശേഷം 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം ലാല് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ രാത്രി അവിടുന്ന് ഓടി അയാളെ പോയി കീഴ്പ്പെടുത്തി പിടിച്ചോണ്ട് വരികയായിരുന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. എന്ന് പറയുമ്പം അദ്ദേഹത്തിനും സ്ലിപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടി. ഒരു ജനപ്രതിനിധി ഇടപെട്ടപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾക്ക് കഴിവുണ്ടായിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാണെങ്കിലും അറിയില്ലാതാണെങ്കിലും അത് അറിയില്ല എങ്കിൽ ജനപ്രതിനിധി ആയിരിക്കാനുള്ള യോഗ്യതയില്ല. ഇനി അറിഞ്ഞിട്ടാണ് ചെയ്തതെങ്കിൽ അപ്പോഴും യോഗ്യതയില്ല. ശ്രീ അജ്മലിലേക്ക്. ശ്രീ അജ്മൽ, അതായത് ഇന്ന് ഗണേഷിന്റെ ഒരു കത്ത് പുറത്തെത്തി സിനിമയുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് കൊടുത്ത ചില താക്കീതുകളുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് 2 കാര്യങ്ങളാണ് പറയുന്നത്. അമ്മ എന്ന സംഘടന നടിക്ക് വേണ്ടി വല്ലാതെ ശക്തമായി ഇടപെട്ടില്ല എന്ന ഒരു പരിഭവം 1. 2, ഇത്തരത്തിൽ കൃത്യമായി അതിൻ്റെ പ്രതികളെ പിടികൂടാതെ ആരോപണ വിധേയമായപ്പോൾ ദിലീപ് അടക്കമുള്ളവരെ സംരക്ഷിച്ചില്ല. 2 കാര്യങ്ങളും പറയുന്നു. വളരെ ബാലൻസ്ഡായ കത്താണത്. അങ്ങനെ ഒരു കത്ത് പുറത്തെത്തുന്നു. അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ഗണേഷ് കുമാർ ഇതിനു മുമ്പ്
കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഗണേഷ് കുമാർ ഇതിനു മുമ്പ് ഇതേപോലെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളെല്ലാം ഗുണ്ടകളെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും ഇവിടെ ഗുണ്ടാ മാഫിയ ഉണ്ടെന്ന് ഗണേഷ് കുമാറാണ് പറഞ്ഞത്. ഇതേ ഗണേഷ് കുമാർ അമ്മയുടെ ജനറൽ ബോഡിയിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്, ഇവിടെ വേറെ വിഷയമില്ല, ഇതാ നമ്മുടെ ഇവിടെ രണ്ടുപേർക്കും ഒരേ തുല്യ നീതി കൊടുക്കുന്നുണ്ട്. എവിടെ തുല്യനീതി കൊടുക്കുന്നു? ഇതേ ഗണേഷ് കുമാറാണ് ഇപ്പൊ അടുത്ത കത്തിലൂടെ വരുന്നത്. അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ വാക്കുകളൊക്കെ വിട്. ഞാൻ ഒന്നിലേക്ക് കടക്കുകയാണ്, പി ടി തോമസിന്റെ ചർച്ചയിൽ കിടക്കുക. ബഹുമാനപ്പെട്ട പി ടി തോമസ് അവിടെ വന്നത് വെറുതെ വന്നതല്ല. ഈ പി ടി തോമസ് ആര് വിളിച്ചിട്ട് വന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. മലയാള സിനിമയിലെ വലിയൊരു പ്രൊഡ്യൂസറായ ഒരു ആന്റോ ജോസഫ് വഴിയാണ് ഈ പി ടി തോമസ് എടുത്തുന്നത്. പക്ഷേ ആന്റോ ജോസഫിന്റെ ഇടപെടൽ എന്നത് ഒരു പി ടി തോമസ് എന്ന ബഹുമാന്യനായ ജനപ്രതി അവിടെ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. പി ടി തോമസ് അവിടെ എത്തുക എന്നുള്ളതും തെറ്റല്ല. പക്ഷെ പി ടി തോമസ് തൊണ്ടി മുതൽ കൈകൊണ്ടെടുത്തു, അതാണ് പ്രശ്നം. വെട്ടിയ വാൾ കൈകൊണ്ടെടുത്തു, പക്ഷെ വേറെ പ്രശ്നം അല്ല, അത് തെറ്റാണ്. പക്ഷേ അവിടെ IG വിജയൻ ഉണ്ടാകുമ്പോ അദ്ദേഹം വിളിച്ചാൽ മതി, കോളുകൾ ഇവർ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ വിളിച്ചതിന്റെ പേരിലാണ് അവർ രക്ഷപ്പെട്ടു പോയത്, അതിന് സംശയമൊന്നുമില്ല. അതെ, അതൊരു വലിയ വീഴ്ചയാണ്. അത് വലിയ വീഴ്ചയാണ്. ശ്രീ അജകുമാർ, അത് വലിയ വീഴ്ചയല്ലേ? സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല പി ടി തോമസ് ക്രിമിനലിനെ വിളിക്കുക എന്നത്. തീർച്ചയായും അസാമാന്യ യുക്തി ആള് അന്വേഷിച്ചു പോകും. അത് വിളിച്ചില്ലെങ്കിൽ അന്ന് രാത്രി അവർ പിടിക്കപ്പെടുമായിരുന്നു. അതെ, അതാണ് അജകുമാർ. ശ്രീ അജകുമാർ, അതായത് ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉയർത്തിയ ഒരു നിർണായകമായ ചോദ്യമുണ്ട്. ഒരുപക്ഷെ പുറത്തെത്തുന്ന വാർത്തകൾ അന്വേഷണ സംഘം കൃത്യമായി പുറത്തു പറയാത്ത സ്ഥിതിക്ക് നമുക്ക് ആധികാരികമായി ചർച്ച ചെയ്യാനാകില്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കണം. കാരണം ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കുന്ന കാര്യമായതുകൊണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കണം എന്ന അമിതോത്സുകത തന്നെ ആ വിഷയത്തിൽ നമുക്കുള്ളതുകൊണ്ട്. പക്ഷേ നിരപരാധിയും അതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അതാണ് ലൈൻ. തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ശ്രീ അജകുമാർ, അതായത് ഈ ചിത്രങ്ങൾ കിട്ടിയില്ലേലും ഇത് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ഈ മെമ്മറി കാർഡ് തിരക്കിപ്പോയ പോലീസിൻ്റെ നടപടി തീർച്ചയായും അതൊരു ക്രോസ് വെരിഫിക്കേഷൻ ആണെന്നും പറഞ്ഞു. താങ്കൾ അത് പറഞ്ഞത് ഉത്തരം ശരിയാണ്. പക്ഷേ ഇവിടെ പോലീസ് ഇന്ന് വരെയുള്ള കാര്യങ്ങളിൽ ശരിയായ ദിശയിലാണോ? ഏതെങ്കിലും ഒരു അങ്കലാപ്പ് പോലീസിൻ്റെ അന്വേഷണത്തിലുണ്ടോ? ഒപ്പം പി ടി തോമസിൻ്റെ ആ ഇടപെടൽ ശരിയാണോ? ഇത് പറയുന്നതിന് മുമ്പ് മിസ്റ്റർ സുഭാഷ് ബാബുവിനോട് എനിക്കൊരു തിരുത്തുണ്ട്. ഒരു സെക്ഷൻ 21 അനുസരിച്ചാണ് സ്പെഷ്യൽ സ്ക്വാഡിനെ സെക്ഷൻ 21 ഓഫ് പോലീസ് ആക്ട് അനുസരിച്ചാണ് സ്പെഷ്യൽ സ്ക്വാഡിനെ നിയമിക്കുന്നത്. അത് ഗവൺമെൻറ് നിയമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് സെക്ഷൻ 24 പ്രകാരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാൻ ആ ഉത്തരവ് കണ്ടിട്ടില്ല. ADGP സന്ധ്യ മേൽനോട്ടം കൊടുത്തിരിക്കുന്നത് വേറൊരാൾക്കും ഇൻവെസ്റ്റിഗേഷന്റെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് ദിനേന്ദ്ര കാശിപ്പിനുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സെൻകുമാർ സാറ് ഇന്നലെ പറഞ്ഞതും അത് തന്നെയാണ്. അദ്ദേഹമായിട്ട് ചോദിച്ച് വെരിഫൈ ചെയ്താലേ എനിക്ക് അതിനെക്കുറിച്ച് ഉത്തരവിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, വേറെ ആരെങ്കിലും വെച്ചിട്ട് ഇവർ രണ്ടുപേരെയും സൂപ്പർവൈസർ ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സാധാരണ അങ്ങനെ ഞങ്ങളുടെ ഉത്തരവിൽ കാണാറില്ല. ഒരു നല്ല റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഹെഡ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് വയ്ക്കും. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. സൂപ്പർവൈസറി പവർ അതിന് മുകളിലുള്ള ഒരാൾക്ക് കൊടുക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ആരെങ്കിലുമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ആ ഓർഡർ കൃത്യമായി വായിക്കാതെ പറയാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹമാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണെങ്കിൽ ഇന്നലെ ചോദ്യം ചെയ്യലിൽ വലിയ പാളിച്ച പറ്റി. സെക്കൻഡ്, ഇനി മിസ്റ്റർ ഭാസുരേന്ദ്ര ബാബു ഇവർ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചൊക്കെ വസ്തുതയുണ്ട്. ഒന്ന്, പി ടി തോമസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി അവിടെ ഉടനെത്തുകയും സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ആവേശത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ മാർട്ടിൻ ഇതിൽ പ്രതിയായത് ഈ ഫോൺ കോൾ കൊണ്ടാണ്. മാർട്ടിൻ്റെ ഫോൺ വാങ്ങി പി ടി തോമസ് സുനിയെ വിളിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാര്യമാണ് അവൻ്റെ ലിങ്കിങ് എവിഡൻസ്. പക്ഷേ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞത് ഒരു വസ്തുതയുണ്ട്. ഇത് പോലീസിനെ കൊണ്ട് കുറച്ചുകൂടെ തന്ത്രപരമായിട്ട് അവനെ കൊണ്ട് വിളിപ്പിച്ച് പല സ്ഥലത്തും വരുത്തി അവനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യാൻ ഒരുപക്ഷെ ഈ ഒരു ഇടപെടൽ കൊണ്ട് കഴിയാതെ പോയി. പോലീസ് അത് വിലക്കിയതുമില്ലേ? പോലീസിന്റെ സാന്നിധ്യത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത്രയും സ്കില്ല് ഇവനെ കൊണ്ട് വിളിപ്പിക്കുകയും അത് ലൗഡ് സ്പീക്കറിലിട്ട് എത്ര പ്രതികളെ അങ്ങനെ ട്രാപ്പ് ചെയ്തിരിക്കുന്നു. ഒരു കോ അക്യൂസ്ഡ് വിളിച്ചാൽ മാത്രമാണ് മറ്റൊരു അക്യൂസ്ഡിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ അകത്ത് അക്സസ് ചെയ്യാൻ തോന്നുക. അതൊരു ശാസ്ത്രീയമായ വശമാണ്. മിസ്റ്റർ പി ടി തോമസ് ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അയാൾ വസ്തുതകൾ ക്രോസ് വെരിഫൈ ചെയ്യാൻ ചെയ്യാതെ ആവേശത്തിൽ അത് ചെയ്തതായിരിക്കാം. എനിക്ക് അദ്ദേഹത്തെ പഴിക്കാൻ കഴിയില്ല.
വേറൊരു കാര്യം, ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കയ്യോടെ പിടിക്കാനുള്ള ഒരു അവസരം നഷ്ടമായോ എന്ന് ചോദിച്ചാൽ അത് നഷ്ടമായില്ല എന്ന് പറയാനും എനിക്ക് കഴിയില്ല. കേസിനെ ബാധിക്കുകയും ചെയ്തല്ലോ. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മെമ്മറി കാർഡ് കൊലപാതകം നടത്തി ഡെഡ് ബോഡി റിക്കവർ ചെയ്തില്ലെങ്കിൽ പോലും പ്രതിയെ തൂക്കിക്കൊന്ന കേസ് സുപ്രീം കോടതിയിലുണ്ട്. ഇന്ത്യൻ സുപ്രീം കോടതിയിൽ. അതായത് നമ്മുടെ ഒരാളെ കൊല ചെയ്തപ്പെട്ടാൽ ആ പറയുന്നതായ ഡെഡ് ബോഡി കണ്ടെത്തിയില്ലെങ്കിൽ, അതായത് കോർപ്പസ് ഡെലിക്റ്റ് കണ്ടെത്തിയില്ലെങ്കിൽ പോലും പ്രതിയെ തൂക്കിക്കൊന്ന കേസുകൾ സുപ്രീം കോടതിയിലുണ്ട്, നമ്മുടെ നിയമചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതോടുകൂടി ഈ കേസ് ആകെ ഉലഞ്ഞു പോയി എന്നൊന്നുമില്ല. കിട്ടിയാൽ അങ്ങേയറ്റം നല്ലത്. പക്ഷേ കിട്ടിയില്ലെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നല്ല തെളിവുണ്ട്. ഇപ്പോൾ തന്നെ ആവശ്യമായ തെളിവുകളുണ്ട്. പക്ഷേ സർക്കാർ ഒരു കാര്യത്തിൽ വളരെ വലിയ ജാഗ്രത പുലർത്തണം. ഇതിൻ്റെ അകത്ത് എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നാലും, എത്ര വലിയ കാശുള്ള ആളുകളായിരുന്നാലും അവരെ ഒന്നും ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കാരണവശാലും ഇടപെടാതെ നിൽക്കേണ്ടത് സംശുദ്ധമായ ഇടതുപക്ഷ ഭരണത്തിന് ഒരു കൊണ്ടുപോലായി മാറും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പെരുമ്പാവൂർ കേസിൽ അനാസ്ഥ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹം ഇടതുപക്ഷ മുന്നണിയെ ഇവിടെ അധികാരത്തിൻ്റെ ചെങ്കോലേൽപ്പിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. അവിടെ ഒരു കാരണവശാലും എത്ര ഉന്നതരെയും വെറുതെ വിടാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. തീർച്ചയായും അത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമാണ് അന്വേഷണം. ശ്രീ അജ്മൽ, അതായത് പല വിധത്തിലുള്ള പുകമറ സൃഷ്ടിച്ചാണ് ഇപ്പോഴും നിങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്നത്. ഒരു കാര്യം വ്യക്തമാക്കി പറയൂ, നമുക്ക് ആ രീതിയിലേക്ക് എത്തിക്കാം. ഇത്രയേറെ കാര്യങ്ങളൊക്കെ പുറത്തെത്തി. നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? പൾസർ സുനിയും അയാളുടെ ക്രിമിനൽ സംഘത്തിനും അപ്പുറത്തേക്ക് പൾസർ സുനിയെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചതാണ് എന്നുള്ള കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടോ? അത് ആരോപണങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾ തന്നെയാണെന്ന ബോധ്യമാണോ നിങ്ങൾക്കുള്ളത്? അത് വ്യക്തമാക്കൂ. അജ്മൽ. 100% ബോധ്യമുണ്ട്. കാരണം ഈ നടി പീഡിപ്പിക്കട്ട അന്ന് മുതൽ ആദ്യമായിട്ട് ഇത് പീഡനം ഒരു സ്ഥലത്ത് നിൽക്കുന്ന കാര്യമല്ല. ഇതിലൊരുപാട് ഗൂഢാലോചനയുണ്ട്, ഇത് ഉന്നത സ്രാവുകളുണ്ട്, ഇത് തേച്ചുമാച്ച് കളയാൻ വേണ്ടി ഉന്നതങ്ങളിൽ നിന്ന് പല ബന്ധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് മാക്ട ഫെഡറേഷനാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. 2, ഈ നടി ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് പോലും ഈ അമ്മ എന്ന സംഘടന, ഈ പറയുന്ന ഫെഫ്കെ എന്ന സംഘടന, 2 സംഘടനയും ഇതിനെതിരായി ഒരു വാക്കുപോലും ഉപയോഗിച്ചില്ല. മാക്ട ഫെഡറേഷൻ വളരെ ശക്തമായി മുന്നോട്ട് പോയപ്പോൾ ഇത് വേറെ രീതിയിലേക്ക് മാറാതിരിക്കാൻ വേണ്ടി ഒരു പ്രഹസനമായ ഒരു നാടകം എല്ലാ മലയാള സിനിമയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞ് ദർബഹാറിൽ നടത്തി. ആ നടത്തിയതും ഇപ്പൊ ആരോപണവിധനായിരിക്കുന്ന നടനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നത് പൊതുസമൂഹത്തിൽ നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ മുമ്പ് എന്താണെന്നല്ല, ഇപ്പൊ നല്ല രീതിയിൽ അന്വേഷണം മെഴുകുതിരി കൊളുത്തി നടിക്ക് വേണ്ടി ശബ്ദിച്ചതും വലിയ സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളും ഒക്കെ അവർക്ക് വേണ്ടി വന്ന് സംസാരിച്ചതും ഒക്കെ വെറുതെയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? 100% സംശയം. എങ്കിൽ ഒരു കാര്യം, സമയപരിമിതി കൊണ്ടാണ് എന്റെ വഴിയിൽ അറിഞ്ഞത്. അത് മനസ്സിലായി. ഇതിന്റെ 2 ദിവസം പീഡനം 2 ദിവസം ഇങ്ങനെ കാക്കനാടല്ല. അജ്മൽ, അതായത് നിങ്ങൾ തമ്മിലൊക്കെ കുടിപ്പകയുണ്ട് പല ഘട്ടങ്ങളിലും. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ് എന്ന് സമൂഹത്തിന് തോന്നാതിരിക്കാനാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ബോധ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും തെളിവ് അന്വേഷണ സംഘത്തിന് നൽകാൻ മാക്ടയോ നിങ്ങൾ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഹലോ അജ്മൽ, കേൾക്കാമോ? ഹലോ അജ്മൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വ്യക്തമായ ഏകദേശ കാര്യങ്ങളും ധാരണകളും വരുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനും അതിന്റെ അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി, തീർച്ചയായും. എന്തായിരുന്നാലും പെൺകുട്ടിക്ക് ലഭിക്കാനുള്ള നീതി റദ്ദാകരുത് എന്ന ജാഗ്രതയും ഒപ്പം പലവിധത്തിൽ ഉയരുന്ന ചായക്കട വർത്തമാനങ്ങൾക്ക് ആധികാരിക നൽകിയുള്ള പ്രചരണങ്ങളിലൂടെ നിരപരാധി ക്രൂശിക്കപ്പെടരുത് എന്നുമുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മാർക്കണ്ഡേയ മുനിയെ ഒരിക്കൽ കൂടി കോട്ട് ചെയ്യുന്നു. ധർമ്മം കലികാലത്തിൽ ഒറ്റക്കാലിലെങ്കിലും നിൽക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.